എൻ്റെ പേര് ആൽഫിൻ പോൾ. ഗ്രൂപ്പ് നമ്പർ 1, റോൾ നമ്പർ 2. അപ്ലിക്കേഷൻ ഓഫ് LP എക്സാമ്പിൾ 2 ആണ് ഞാൻ എടുക്കണേ. എ കമ്പനി മാനുഫാക്ചേഴ്സ് 3 products A, B and C. Each product has to undergo operations on 3 types of machines M1, M2, M3 before they are ready for sale. അപ്പോൾ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് 3 പ്രൊഡക്ട്സ് A, B, C. അതിന് ഓരോ 3 മെഷീൻസ് ഉണ്ട്, M1, M2, M3. ആ 3 മെഷീൻസിലും ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. The time that each product requires on each machine and the total time per day available on each machine are given in the following table. The table also shows the net profit per unit on the sale of the 3 products. Formulate the mathematical model for this problem to maximize the total net profit of the company per day and obtain its solution. അപ്പോൾ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്തൊക്കെയാണ് ടൈം പെർ യൂണിറ്റ് ഇൻ മിനിറ്റ്സ്, ഓരോ മെഷീനും ഓരോ പ്രൊഡക്റ്റിനും എടുക്കുന്ന ടൈം മിനിറ്റിലുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ടൈം അവൈലബിൾ പെർ ഡേയും തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻ റുപ്പീസ്. ഓരോ പ്രൊഡക്റ്റും എത്ര പ്രോഫിറ്റാണ് നമുക്ക് തന്നെയെന്ന് തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടുപിടിക്കുകയാണ്. ടു മാക്സിമൈസ് ദ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ്. ഈ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. The problem here to determine the number of items of the products A, B, C which must be manufactured per day to maximize profits. Let these be X1, X2, X3. അപ്പോൾ നമ്മൾ ആദ്യം X1, X2, X3 എന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ആയിട്ട് എടുത്തു. അപ്പോൾ പ്രൊഡക്റ്റ് എൻ്റെ X1, പ്രൊഡക്റ്റ് ബീൻ്റെ X2, പ്രൊഡക്റ്റ് സീൻ്റെ X3 അങ്ങനെ എടുത്തു. Since there is a profit of rupees 4 per unit on A, rupees 3 on B and rupees 5 on C. അപ്പോൾ നമുക്ക് ടേബിളിൽ കാണാം പ്രോഫിറ്റ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 4 റുപ്പീസ്, ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 3 റുപ്പീസ്, സി എന്ന് പറയുന്നത് 5. The total profit on X1 units of A, X2 units of B and X3 units of C is F equal to 4x1 plus 3x2 plus 5x3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ടു എക്കുള്ള എത്ര പ്രോഫിറ്റ് ഉണ്ട്, 4 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്കുള്ള നമ്പർ ഓഫ് ഐറ്റംസ് X1 ആണ്. അപ്പോൾ 4x1 അങ്ങനെ എഴുതാം. അപ്പോൾ എഫ് ഈക്വൽ ടു 4x1 പ്ലസ് 3x2 പ്ലസ് 5x3. ഇനി നമുക്ക് ഈ ഫംഗ്ഷനാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കിട്ടി, മാക്സിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കിട്ടി. ഇനി അടുത്ത് നമ്മൾ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണം. കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. മിഷൻ M1ലെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എ എടുക്കുന്നത് 1 മിനിറ്റാണ്, ബി എടുക്കുന്നത് 2 മിനിറ്റ്, സി എടുക്കുന്നത് 1 മിനിറ്റ്. അപ്പോൾ M1 മിഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, X1 പ്ലസ് 2x2 പ്ലസ് X3. പിന്നെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ടൈം അവൈലബിൾ തന്നിട്ടുണ്ട് 418 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിനേക്കാൾ എക്സീഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഫോം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ഒന്നാമത്തെ കൺസ്ട്രെയിൻ കിട്ടി, X1 പ്ലസ് 2x2 പ്ലസ് X3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 480. സിമിലർലി M2 മെഷീൻ്റെയും M3 മെഷീൻ്റെയും ഈ ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും 2x1 പ്ലസ് x2 പ്ലസ് ഇവിടെ X3യുടെ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 540. പിന്നെ x1 പ്ലസ് ഇവിടെ x2 ഇല്ല, x1 പ്ലസ് 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 550. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് കിട്ടി. ഇതൊന്നാമത്തെ കൺസ്ട്രെയിൻ, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ കൺസ്ട്രെയിൻസും കിട്ടി. അപ്പോൾ നമ്മൾ ആ മാത്തമാറ്റിക്കൽ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ
since since negative values of the variables will be meaningless, we should have ഇവിടെ നെഗറ്റീവ് വാല്യൂസ് വരില്ല, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് x1 > 0, x2 > 0, x3 > 0 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ എഴുതാണ്. മാക്സിമൈസ് f = 4x1 + 3x2 + 5x3 subject to the constraints x1 + 2x2 + x3 less than or equal to 480, 2x1 + x2 less than or equal to 550, x1 + 3x3 less than or equal to 510, x1, x2, x3 greater than or equal to 0. ഇനി നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് വഴി അതിൻ്റെ x1, x2, x3 കണ്ടുപിടിക്കുകയാണ്. അത് ഇതേപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സൊല്യൂഷനായിട്ട് കിട്ടും. ദ സൊല്യൂഷൻ ഈസ് x1 = 231, x2 = 78, x3 = 93 with f = 1623. Thus the company should manufacture 231 units of A, 78 units of B, 93 units of C per day. With this production schedule, it will earn the maximum possible profit of rupees 1623 per day. അപ്പോൾ നമുക്ക് x1, x2, x3 കിട്ടി. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 231 യൂണിറ്റ് എടുക്കണു, ബി എന്ന് പറയുന്നത് 78 യൂണിറ്റ്, സി എന്ന് പറയുന്നത് 93 യൂണിറ്റ്, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1623. താങ്ക് യു.